നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പരീക്ഷാ കാലഘട്ടമാണ്. കുട്ടികൾക്കും മാതാപിതാക്കൾക്കൊക്കെ ടെൻഷനും പേടിയൊക്കെ വരുന്ന ഒരു സമയം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രണവമലയിൽ, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട്, കല്ലൂർ പേരമംഗലത്ത് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ 8 ഗണപതിമാരുണ്ട്. തിരുവേലമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവ് ശൈവ വൈഷ്ണവ ചൈതന്യമാണ്. അതിൽ തന്നെ നമുക്ക് 8 ഗണപതിമാരിൽ കാര്യസിദ്ധി ഗണപതിക്ക് വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാനും പരീക്ഷ എഴുതാനൊക്കെ സാധിക്കും. അതുപോലെ ഏകാക്ഷരി ഗണപതി ഉണ്ട്. ഏകാക്ഷരി ഗണപതിക്ക് മുട്ടകൽ നടത്തിയാൽ നിവേദ്യം കൊടുത്താലൊക്കെ കുട്ടികൾക്ക് നല്ല ഓർമ്മയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ബാലഗണപതിക്കാണെങ്കിൽ 13 വയസ്സുള്ള കുട്ടികളുടെ ചപലത മാറ്റി രോഗങ്ങളൊക്കെ ഇല്ലാതെ തന്നെ കുട്ടികൾ പഠിച്ചെടുക്കാനും അതിലുള്ള ഉഷാറിലേക്ക് വരുന്ന മനോഹരമായ കാഴ്ചയിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ ദുർഗാദേവി 3 ഭാവത്തിലാണുള്ളത്. സരസ്വതി, ലക്ഷ്മി, പാർവതിയായിട്ടിരിക്കുന്ന ദുർഗാദേവി വിദ്യയുടെ ഭാവം തന്നെയായിട്ടിരിക്കുമ്പോൾ അവിടെ ദേവിക്കും മുട്ടകൽ നടത്താം. അതേപോലെ തന്നെ നിവേദ്യമൊക്കെ നടത്താൻ സാധിക്കും. പിന്നെ മഹാവിഷ്ണു ഭഗവാൻ വ്യാഴമാറ്റ ദുരിതം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് മഹാവിഷ്ണു ഭഗവാന് വഴിപാടുകൾ ചെയ്യാം. അതേപോലെ ഗുരുവായൂരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. ഭഗവാന് ഇവിടെ ആയുധ സമർപ്പണം നടത്താം. അതേപോലെ തൃക്കൈ വെണ്ണ നടത്താം. പിന്നെ പാൽപ്പായസം നടത്താം, ഭാഗ്യസൂക്തം നടത്താം, മുട്ടകൽ നടത്താം. അതുകൂടാതെ മഞ്ചാടി വാരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി വാരിക്കാനൊക്കെ പറ്റും. പിന്നെ ഭഗവാന്റെ മുമ്പിൽ പറകളൊക്കെ നിറയ്ക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് എത്താം. പിന്നെ കണ്ടകശനി, അരശനി, ശനിദശയൊക്കെ കടന്നു പോകുന്ന ആളുകൾക്ക് ശനീശ്വരൻ്റെ വഴിപാടുകൾ നടത്താം. അതേപോലെ തന്നെ ശത്രുക്കളോ അല്ലാതെ ഉപദ്രവിക്കുന്നെങ്കിൽ ഉഗ്രഭദ്രാളിക്ക് വഴിപാട് നടത്താം. പിന്നെ കലാകായികപരമായ കഴിവുള്ളവരും അതേപോലെ ഡിപ്രഷൻ മൈൻഡൊക്കെ കൂടുതലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഗന്ധർവസ്വാമിക്ക് വഴിപാടുകൾ നടത്താം. പിന്നെ ചാത്തൻ്റെ ഉപദ്രവം വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ വീരഭദ്രസ്വാമിക്ക് വഴിപാട് നടത്താം. പിന്നെ അറിവായി നിങ്ങളിലേക്ക് എത്തുന്ന ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയുണ്ട്. ഡിപ്രഷൻ മൈൻഡൊക്കെ മാറ്റാം. അപ്പോൾ ശനീശ്വരനും അതേപോലെ തന്നെ അയ്യപ്പസ്വാമിക്കും ഹോമങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിലും വലിയ ആളുകളുടെ പ്രശ്നമൊക്കെ മാറുന്ന കാഴ്ച കാണാം. പിന്നെ ആണ്ടിപ്പണ്ടാരത്തിൻ്റെ സ്വരൂപം സദാ ആണ്ടിയായിരിക്കുന്ന മുരുകന് ഭഗവാന് വഴിപാട് നടത്തിയും ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് എത്താം. പിന്നെ കുട്ടികൾ പഠിക്കാനൊക്കെ പോകുന്ന സമയത്ത് പൂവാല ശല്യം അതേപോലെ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥക്കാണെങ്കിൽ ഇവിടെ സ്വയംഭൂവായ ഹനുമാനുണ്ട്. ഭഗവാന് തളസമർപ്പണം നടത്താം. അതേപോലെ തന്നെ മുട്ടകൽ നടത്താം. പിന്നെ 3 മുഴമഞ്ഞ് ജമന്തിപ്പൂമാലയാർത്തി ഒരു ആപ്പിൾ നിവേദ്യമൊക്കെ നടത്താം. പിന്നെ ദേവദേവൻ മഹാദേവന് വ്യാഴമാറ്റ ദുരിതത്തിൽ നിന്നുള്ള മുക്തി ലഭിക്കുന്നതിനും അതേപോലെ ശാപതാപങ്ങളിൽ നിന്നുള്ള മുക്തി ലഭിക്കുന്നതിനും അതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ പാൽപ്പായസ ഹോമം തന്നെ ഉണ്ട്. 7 തലമുറയിലുള്ള എല്ലാ ശാപങ്ങളും തീരുന്നതിന് ഭഗവാന് പാൽപ്പായസ ഹോമമുണ്ട്. പിന്നെ ആദി ബ്രാഹ്മണനായിരിക്കുന്ന ദേവദേവൻ മഹാദേവന് പ്രണവമലയിൽ ഭഗവാന് പൂർണ്ണ പ്രതിഷ്ഠ നടത്താവുന്ന ക്ഷേത്രമാണ്. അപ്പോൾ ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് നിങ്ങൾക്ക് ബ്രാഹ്മണദാനം നടത്താം. അത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ 1050 രൂപ, ഓൺലൈനാണെങ്കിൽ 1100 രൂപയാണ്, 1101 രൂപ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സകല സൗഭാഗ്യം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പേരമംഗലത്തപ്പന് 100 മാല നടത്താം. പ്രണവമലയിലെ മറ്റ് 4 നാഗദേവതകളുടെ നാഗരാജാവ്, നാഗക്ഷമ, നാഗചാമുണ്ഡിയമ്മ, കരുനാഗക്ഷമ, അങ്ങനെ 5 നാഗദേവതകൾക്ക് 100 പാലം നടത്തി അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങി കുറി തൊട്ട് ഇനിയുള്ള കാലത്ത് ജീവിതത്തിലേക്ക് ഈശ്വരന്മാരുടെ കൂടെ പോയി ജീവിക്കുന്ന ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ തന്നെ മഹാഗണപതിക്ക് സർവ്വ തടസ്സം മാറ്റുന്ന മഹാഗണപതി, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ക്ഷിപ്ര ഗണപതി, ബലാബല കാര്യങ്ങൾക്ക് കാര്യസിദ്ധി ഗണപതി, അങ്ങനെ 8 ഗണപതിമാരുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വന്ന് നോക്കുക. അതിനുവേണ്ടി സനാതന ധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും അയലത്തിന് ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. ബസ്സാസിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു നൽകുന്ന മനോഹരമായ കാഴ്ചയിലേക്ക് ഓരോ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള പേരിൽ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം കഴിച്ച് തമ്മിൽ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത്, അതേപോലെ ഗവൺമെൻറ് ജോലിയാണോ, വിദേശ ജോലിയാണോ, ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, IAS ആണോ, IPS ആണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന 27 പേജുകളുടെ ജാതകങ്ങൾ വേണമെന്നുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെയാണ് കലാകായികപരമായ കഴിവുള്ളയാളാണോ, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. 27 പേജുകളിലായിട്ട് എല്ലാ കാര്യം വിശദമാക്കുന്ന ജാതകം വേണമെന്നുള്ളവർ ആവശ്യപ്പെടുക. അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം ഭഗവത് സേവനം നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിതവിജയം നേടുന്ന പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദൈവങ്ങളടക്കം ചെയ്തു കഴിഞ്ഞ് താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. അദ്ദേഹം ചേർത്തല താലൂക്കിൻ്റെ പ്രസിഡൻ്റാണ്. SDSൻ്റെ വിദ്യാധരൻ എന്ന പേര്. 2017 ഇവിടെ പൂജയ്ക്ക് വരുന്നത്. ഏലസം ധരിച്ചില്ല, നേരെ പൂജയിലേക്കാണ് വരുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പൂജയിലാണ് പങ്കെടുത്തത്. അപ്പോൾ 2 കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് മേൽക്കൈയിലേക്ക് വന്നു. മകന് ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തുവിൽ മാത്രം ആൾക്ക് ഇതുവരെ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഞാനെപ്പോഴും വാസ്തു ബലം പിടിക്കുന്നത് ഈ ആവാന പൂജ കഴിഞ്ഞ ഉടനെയാണ് വാസ്തുവെങ്കിൽ ആ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നീടാണെങ്കിൽ ചെറിയ വലിച്ചിൽ വരും. ഇപ്പോൾ ആൾ ഒരുപാട് പേരെ
അവിടുന്ന് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സത്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് വീണ്ടും എന്തെങ്കിലും, അതായത് പഠനത്തിൽ ഒരു പിന്നോട്ട് വലിവ് വരുന്ന സമയത്താണ് ആൾ ആ ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഇന്ന ദിവസം ഇത്ര പേർക്ക് പോകാമെന്ന് പറയുമ്പോൾ ആ നമ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് തന്നെ വരും. അതേപോലെ തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ഫോളോ ചെയ്ത് നല്ല രീതിയിലേക്ക് ഇനിയെങ്കിലും ഉള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വലിയ ആഗ്രഹത്തോടുകൂടി തന്നെ ഒരുപാട് ആളുകളെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക, നമുക്ക് നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു സത്യം, നമ്മുടെ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം മാത്രമേ ഉള്ളൂ ജീവിതം എന്നുള്ള ആ ഒരു സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം നമുക്ക് വീഡിയോ എടുത്തത്. എല്ലാവർക്കും നമസ്കാരം. ഇത് ബിന്ദുവാണ്, ശിഷ്യയാണ്. പാലക്കാടായിരുന്നു മുമ്പ്, പിന്നെ ഇപ്പോൾ തൃശ്ശൂർ സെറ്റിലായിരിക്കുന്നു. കുറച്ചാൾ പഠനം തുടരാൻ പറ്റില്ല, ചെറിയൊരു അസുഖമൊക്കെ ബാധിച്ചു. അത് പിന്നീട് നമുക്കിവിടെ ആവാന പൂജ കഴിഞ്ഞ് അതുപോലെ മെഡിസിൻ എടുത്ത് കഴിഞ്ഞപ്പോൾ അതിലൊക്കെ ക്ലിയറായി വീണ്ടും തുടർന്ന് പഠിക്കുന്നു. പിന്നെ കുട്ടി സേക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകൾ. അപ്പോൾ കുട്ടിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബിന്ദുവിന് ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. ഒരിക്കലും ആവാന പൂജ കഴിഞ്ഞ കാരണം കൊണ്ട് പിന്നെ ബിന്ദുവിനെ എത്താനായിട്ട് ചെറിയൊരു താമസം വന്നു. ഭർത്താവ് വലിയ വിശ്വാസിയല്ലായിരുന്നു. അദ്ദേഹത്തിന് കുറ്റം പറയാൻ പറ്റില്ല, കാരണം ആൾ ഒരുപാട് വിശ്വാസിയായിട്ട് നടന്ന ഒരാളാണ്. പക്ഷേ പല പറ്റിക്കലിലൊക്കെ ചെന്ന് ചാടി കഴിയുമ്പോൾ ആൾക്ക് തന്നെ തോന്നി ഇതൊക്കെ വെറുതെ പറ്റിയില്ലാന്നൊരു തോന്നൽ വന്നു. പക്ഷേ പിന്നീട് ബിന്ദു അതിനെ സമർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ കൊണ്ടു ഇവിടെ ഒന്ന് കണ്ടിരുമ്പോൾ മനസ്സിലായി ഇത് പറ്റിക്കലൊന്നുമില്ല, ജെന്യൂനായ കാര്യമെന്ന് മനസ്സിലായി. അങ്ങനെ സഹകുടുംബമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ അവർക്ക് 3 പേർക്കും അറിയാം എന്തോ ഒരു തടസ്സം പിന്നിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിക്കുമ്പോൾ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വിശ്വാസമില്ലെന്ന് തോന്നിയാൽ പോലും നമ്മുടെ ഈ ക്ഷേത്രാങ്കണത്തിൽ വന്നൊന്ന് കയറി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് വലിയൊരു സത്യമാണ്. അപ്പോൾ അത് ബിന്ദുവിൽ തെളിയിക്കാൻ സാധിച്ചു. അതാണ് ഇന്ന് കാണിക്കുന്ന ഈ വീഡിയോയിലെ ഏറ്റവും വലിയ സത്യം. നമസ്കാരം. ഇദ്ദേഹം രാവുണ്ണി, പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലുള്ളതാണ്. ഏതാണ്ട് 2017 ആദ്യമായിട്ട് എത്തുന്നത്. പിന്നെ ഏലസ് വാങ്ങി ധരിക്കും. അത് കടം കയറി വല്ലാത്തൊരവസ്ഥയിൽ മരണത്തോട് വെല്ലടിക്കുന്ന അതേപോലെയാണ് പറയുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് വരുന്നത്. അത് കഴിഞ്ഞ് ആവാന പൂജ കഴിഞ്ഞു, സന്താനങ്ങളുണ്ടായി, പിന്നീട് സ്വന്തമായിട്ട് വീട്ട് നിർമ്മിക്കാൻ പറ്റി. ഇപ്പോൾ പുതിയതായിട്ടൊരു തൊഴിൽ ചെയ്യാനുള്ള, അതായത് സ്വന്തമായിട്ട് ഇത്ര നാളും വേറെ ആളുകളുടെ കൂടെ ജോലിക്ക് പോയിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ട് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള വലിയ ഒരു ഉദ്യമത്തിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരുന്നു, വഴിപാട് നടത്തുന്നു. അപ്പോൾ ആ ജീവിതം എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുള്ള ഒരു നേർക്കാഴ്ചയായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക, ഇപ്പോൾ ചെറുപ്പുളശ്ശേരിയിലോ പാലക്കാടോ പട്ടാമ്പിക്കുള്ള ആളുകൾ ചിലരെങ്ങനെ കരുതുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. ഇദ്ദേഹം മുമ്പ് എങ്ങനെയായിരുന്നു ജീവിച്ചത്, ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട്, അതായത് ഒരിക്കൽ ഒരു തടസ്സം വന്ന് മാറ്റിയിട്ട് വീണ്ടും ബുദ്ധിമുട്ട് വന്നാൽ ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹം ചെയ്യുന്ന പോലെ ഒരു ആദ്യമായിട്ട് ഏലസൊക്കെ ധരിച്ച് അതിൻ്റെ ഗുണം അറിഞ്ഞുകൊണ്ട് പിന്നീട് വന്ന് മാറ്റാവുന്നതാണ്. നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ. സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ 5 പ്രതിഷ്ഠ, അല്ലെങ്കിൽ 1 പ്രതിഷ്ഠ, അല്ലെങ്കിൽ ഒരു 2 പ്രതിഷ്ഠ, അങ്ങനെയുള്ളൂ. 27 ഭഗവാന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും വരാൻ തോന്നും. അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി എവിടെയുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും എല്ലാവരും വരിക. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ. അത് മാത്രമല്ല, ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല. അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്, നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ, ഗണപതി തന്നെ 8 തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ 8 ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു.